ഹായ് ഗായ്സ്, നമ്മളന്ന് ശോഭ സിറ്റി മാളിലേക്ക് പോവാണ്. അങ്ങനെ പോണ വഴി ഞങ്ങള് കുറെ പള്ളിപ്പെരുന്നാളും പൂയവും ഉത്സവമൊക്കെ കണ്ട് ഉറങ്ങി വൈബ് ചെയ്തിരുന്നു. കാറുള്ള ആൾക്കാരൊക്കെ നല്ല വൈബ് ആൾക്കാരായിരുന്നുണ്ട്. എല്ലാം കണ്ട് എൻജോയ് ചെയ്താണ് നമ്മൾ അങ്ങോട്ട് പോയത്. പോണ വഴി കുറെ വെടിക്കെട്ടും പൂരവും പൂയവും എല്ലാം കണ്ടിട്ടാണ് ശോഭ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിലുള്ളവരെല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനങ്കിൾ ഉണർന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ കുറെ ലൈറ്റും ഇതും എല്ലാം കണ്ട് പുറത്തുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു 9 മണിയായപ്പോൾ രാത്രി എത്തി. അവിടെ കുറെ വർക്ക്ഷോപ്പും സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര വിലയായിരുന്നെങ്കിലും നമ്മളൊന്നും ഓർത്തില്ല. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി കണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി. പക്ഷേ പൈസന്മാരൊക്കെ ആകെ വരെ നിൽക്കുന്നത് അവിടെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എത്തിയപ്പോൾ തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, ക്രാങ്ങൾ എന്ത് ചെയ്തു, സെക്ഷനുകൾ പൂട്ടിയിട്ട് അനിത്യത്തിൽ കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇറങ്ങാറാവും. അവർക്കും എൻജോയ്മെന്റ് ആവും, നമുക്കൊരു റിലീഫ് ആവും. അപ്പൊ അവരെങ്കിലും പൂട്ടിയിട്ട് എന്നിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു. അവരതിൻ്റെ ഉള്ളിൽ കളിച്ചിരുന്നു, ഇവിടെ പോരാ. കിടാങ്ങളൊക്കെ പൂട്ടിയിട്ട സന്തോഷത്തിൽ നൂറങ്ങോട്ട് ഭയങ്കര സമാധാനത്തിൽ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇനി ഈ ഷോപ്പിങ്ങിനായിട്ട് അങ്ങോട്ട് പോവാണ്. പക്ഷെ പറയാൻ പറഞ്ഞു, ഇനി 2 കുട്ടിയും കൂടെ നമുക്ക് പറഞ്ഞു വിടാനുണ്ടായിരുന്നു. അവരെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് എന്ത് ചെയ്തു, നമ്മൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാനൊക്കെയായിരുന്നു. ഞാൻ നൂറേയും കൂടെ പോയി ഒപ്പിച്ചൊരു പണിയായിരുന്നു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി. പക്ഷെ ആരും കുറ്റമൊന്നും പറഞ്ഞില്ല. സംഭവം വായനക്കാൻ കൊള്ളില്ലായിരുന്നെങ്കിലും വിശപ്പിന്റെ ആ ഒരു ഇത് നിൽക്കുന്നുണ്ട്. ആരും കൂടി കുറ്റമൊന്നും പറഞ്ഞില്ല. ചിക്കൻ ടിക്കപ്പ് കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങോട്ട് കഴിച്ച്. അങ്ങനെ ബിരിയാണി പഴയ വിഷമത്തിലായിരുന്നു ഞാനും നൂറൊക്കെ. പക്ഷേ ഞങ്ങൾ അങ്ങനെ കുറച്ചെങ്കിൽ അങ്ങോട്ടും കൂടെ നടന്ന് ബിരിയാണിയൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആയതിനു ശേഷം കുറച്ച് ഫലൂഡാസ്, കുറച്ച് ഫ്ലേവർ ഐസ്ക്രീംസ് ഒക്കെ കൂടെ ട്രൈ ചെയ്തു. അങ്ങനെ അതൊക്കെ നല്ല അടിപൊളി മിക്സഡ് റോയൽ ഫലൂഡയും ഓറഞ്ച് ഫ്ലേവർ ഐസ്ക്രീമും പിസ്ത ഫ്ലേവറും വാനിലൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്യുന്ന ആ ടൈമിൽ. ഓറഞ്ച് ഫ്ലേവർ ഐഷാട് ഒരു സെലക്ഷൻ വെറൈറ്റി ആയിരുന്നു, പക്ഷെ അത് വായ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ വളരെ വളരെ ലേറ്റ് ആയിട്ടുള്ള ടൈമിലായിരുന്നു. അങ്ങനെ 11 മണി 12 മണിയപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫാമിലി ശോഭ സിറ്റിയിൽ നിന്ന്.